ഇതെന്താന്നല്ലേ, ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോവാന്ന് പറഞ്ഞ സ്ഥലവും നമ്മൾ പോയതും രണ്ടാണ്. അതായത് നമ്മൾ കൊട്ടിയത്ത് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി, പക്ഷെ നമ്മൾ കൊല്ലത്തോട്ടാണ് പോയത്. അങ്ങനെ കല്ലുംതാഴം എത്തിയപ്പോഴത്തേക്ക് റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ റെയിൽവേ ക്രോസ് ഒക്കെ ഓപ്പൺ ആയി. നമ്മൾ നേരെ കല്ലും താഴത്തുള്ള ഈ വണ്ടിയുടെയൊക്കെ പാർട്സ് വിൽക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് വന്നത്. അതായത് നമുക്ക് വണ്ടിയുടെ ഒരു സാധനം വാങ്ങണമായിരുന്നു, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ കൊല്ലത്ത് ആണ്ടാമുഖത്തോട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിലോട്ട് കയറിയപ്പോൾ അവിടുത്തെ മതിൽ ഇപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതാണ് ഇക്കോ അങ്ങനെ പിടിച്ചത്. അങ്ങനെ നമ്മൾ ആ സാധനം കിട്ടി. അങ്ങനെ നേരെ നമ്മൾ പിന്നെ ബിഷപ്പ് ജെറ നഗറിലോട്ടാണ് വന്നത്. നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറണമായിരുന്നു. നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ടാണ് എന്തുണ്ടെങ്കിലും വരുന്നത്. അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നു, ഡിസ്പ്ലേ മാറുന്നു, പോകുന്നു, 5 മിനിറ്റ് മാത്രം മതി. ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം അടുത്ത വീഡിയോയിൽ ഇടാം. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ മാറി നമ്മൾ അവിടെ നേരെ ചിന്നക്കടയിലോട്ടാണ് പോയത്. കാരണം നമ്മൾ കൊട്ടിയത്ത് പോവാന്ന് പറഞ്ഞില്ലായിരുന്നു, അത് നമുക്കിന്നൊരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ചോക്ലേറ്റും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയായിരുന്നു. പിന്നെ നമ്മൾ കൊല്ലത്തോട്ട് വന്നതുകൊണ്ട് ഇവിടെ തിരക്കാന്ന് പറഞ്ഞ് ഫസ്റ്റ് കടയിലോട്ട് പോയപ്പോൾ ഈ ഒരു കട അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമതൊരു കടയിൽ കയറി, പക്ഷേ ഈ ഒരു മുട്ടായിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വാങ്ങി. നമുക്ക് ആ റേറ്റ് ഒട്ടും വെറുത്തല്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് താണ്ടിരിക്കുന്നതാണ് ആ ചക്കക്കുരു. ഇത് ചക്കക്കുരു അല്ല, പക്ഷേ ഇതൊരു സീഡാണ്. ഈ ഒരു സീഡിൻ്റെ പേര് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വിശന്നു. കാരണം വൈകിട്ടായിരുന്നു. അങ്ങനെ ഒരു കേക്കും ഒരു തണ്ണിമത്തൻ ജ്യൂസും കുടിച്ച് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ കണ്ണനല്ലൂരുള്ള ക്രാഫ്റ്റ് കടയിലോട്ട് വന്നു. പിന്നെ ബാക്കി മുട്ടായിയും കാര്യങ്ങളൊക്കെ വാങ്ങി, ഇവിടെ ഉണ്ടായിരുന്നെല്ലാം. അങ്ങനെ നേരെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച് നേരെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വലിയൊരു കവറിലേ പോകാറുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ കേക്കും, ആ കുട്ടിക്ക് ഒരു കേക്കും വേണമായിരുന്നു. അതായത് ഹാമ്പർ ഇന്ന് തന്നെ കൊടുക്കണമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പെട്ടെന്ന് പിന്നെ സെറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും നല്ലോണം എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. ആൾ നല്ല രീതിയിൽ സർപ്രൈസ് ആയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അവിടുന്ന് അതും കൊടുത്ത് നേരെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കൗവയിൽ കയറി. അങ്ങനെ മന്തിയും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.